എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്കധ്യാനം 13-ാം ദിവസം ഡിസംബർ 13. മനുഷ്യ അവതാരം ദൈവവുമായി നമ്മെ അനുരഞ്ജിപ്പിച്ചു. ഈ വിഷയമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുകയാണ് മനുഷ്യന് സൗഭാഗ്യാവസ്ഥയ്ക്കുള്ള ഏക മാർഗം. ഇക്കാര്യം തിരുസഭാ പ്രബോധനം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 384 ഖണ്ഡികയിൽ. ദൈവവുമായുള്ള ആദ്യ മാതാപിതാക്കന്മാരുടെ സ്നേഹബന്ധമായിരുന്നു പർദീസായിലെ അവരുടെ അസ്തിത്വത്തിൻ്റെ സൗഭാഗ്യത്തിന് നിദാനം. അരൂപിയായ ദൈവത്തെ ശരീരിയായ മനുഷ്യന് അനുഭവതലത്തിൽ അറിയാനോ അവിടുത്തെ സ്നേഹം ആസ്വദിക്കാനോ സാധ്യമല്ല. സ്നേഹം അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണല്ലോ. അതിനാൽ മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചറിയേണ്ടതിന് മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി തീർന്നു, മനുഷ്യാവതാരം ചെയ്തു. സഭാപ്രബോധനം ഇത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 458 ഖണ്ഡികയിൽ. വചനം മാംസം ധരിച്ചത് അങ്ങനെ നാം ദൈവത്തിൻ്റെ സ്നേഹം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ബൈബിളും ഇതുതന്നെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഫലത്തിൽ നിന്നാണല്ലോ വൃക്ഷത്തെ അറിയുന്നത്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഫലം അഥവാ ലക്ഷണം സ്നേഹിക്കുന്നവൻ തൻ്റെ സ്നേഹ വിഷയമാകുന്നവന് ഏറ്റവും നല്ലതെല്ലാം നൽകും എന്നതാണ്. നൽകുന്നതിലൂടെയാണ് സ്നേഹം ഏറ്റവും പ്രകടമായി പ്രകാശിതമാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യ അവതാര രഹസ്യമാണ് ഈ തിരുവചനം പ്രഘോഷിക്കുന്നത്. തൻ്റെ മടിയിലിരുന്ന ഏകജാതനെ മനുഷ്യമക്കളോടുള്ള സ്നേഹം നിമിത്തം അവർക്ക് ദാനമായി നൽകി. അത് യാഥാർത്ഥ്യമായത് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം മൂലമാണ്. ഈ തിരുവചനത്തിൽ നിത്യജീവൻ എന്ന വാക്ക് 2 തവണ ആവർത്തിക്കുന്നത് ശ്രദ്ധിച്ചു കാണും. നിത്യജീവൻ എന്നതിനർത്ഥം ദൈവവുമായുള്ള കൂട്ടായ്മ എന്നാണ്. ക്രിസ്തുമതത്തിൻ്റെ രഹസ്യം മറ്റ് മതങ്ങളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യരോടുള്ള സ്നേഹാധിക്യം മൂലം തൻ്റെ ഏക മകനെ ദൈവം അവർക്ക് നൽകി എന്ന ബോധ്യമാണ്, വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എന്ന് വിശ്വസിക്കാൻ ഒരു മതത്തിനും സാധിക്കാത്തപ്പോഴും വിശുദ്ധ ബൈബിൾ ദൈവം സ്നേഹമാണെന്ന് ഉറപ്പിച്ചു പറയുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ദൈവം സ്നേഹമാണ്. ഇക്കാരണത്താൽ തന്നെയാണ് മറ്റൊരു മതസ്ഥർക്കും തങ്ങളുടെ പ്രാർത്ഥനയിൽ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ധൈര്യമില്ലാത്തപ്പോൾ ക്രൈസ്തവർ പുത്രസഹജമായ സ്വാതന്ത്ര്യത്തോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിലെ 1-ാമത്തെ വിശ്വാസ രഹസ്യം തന്നെ സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നത് സ്നേഹിക്കുന്നവൻ്റെ കൈവശമുള്ള ഏറ്റവും നല്ലതെല്ലാം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക്
നൽകിക്കൊണ്ടാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. ഏറ്റവും നല്ലതും വിലപ്പെട്ടതും ഏതാണ്? സ്നേഹിക്കുന്ന വ്യക്തിയുടെ വസ്തുക്കളോ അതോ ആ വ്യക്തി തന്നെയോ? നിശ്ചയമായും സ്നേഹിക്കുന്ന വ്യക്തി തന്നെ. അതിനാൽ യേശു പറഞ്ഞു, യോഹന്നാൻ 15:13, ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്വജീവൻ നൽകുന്നതാണ് പരമോന്നത സ്നേഹം. കാരണം സ്വജീവനേക്കാൾ വലിയ ഒരു സമ്മാനം നൽകാൻ ആർക്കും സാധ്യമല്ല. അതിനേക്കാൾ വിലയുള്ളതായും ഒന്നുമില്ലല്ലോ. ആത്മദാനമാണ് സ്നേഹത്തിൻ്റെ സർവോത്കൃഷ്ട പ്രകാശനം. ഇതിനു വേണ്ടിയായിരുന്നു മനുഷ്യാവതാരം. അതൊരു തുടക്കം മാത്രമായിരുന്നു. കുരിശുമരണത്തിലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ദൈവപുത്രൻ മനുഷ്യ ശരീരം സ്വീകരിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ ശരീരം ചമ്മട്ടികളാൽ തല്ലി തകർക്കപ്പെട്ടും കുരിശിൽ തറക്കപ്പെട്ടും ബലിയർപ്പിക്കപ്പെടേണ്ടതിനായിരുന്നു. മനുഷ്യാവതാര രഹസ്യത്തെപ്പറ്റിയുള്ള ഹെബ്രായർക്കുള്ള ലേഖനഭാഗം ഇത് സ്പഷ്ടമായി പറഞ്ഞു തരുന്നുണ്ട്. വചനം പറയുന്നു, ഹെബ്രായർ 12:5-7 വരെയും 10 വാക്യങ്ങൾ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുൾ ചെയ്യുന്നു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അവിടുത്തെ ഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യാവതാരം ചെയ്തപ്പോൾ തന്നെ തൻ്റെ ശരീരം മനുഷ്യമക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയാക്കണം എന്നതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹമെന്ന് ഈ വചനം സ്പഷ്ടമാക്കുന്നു. താൻ മനുഷ്യനായത് തൻ്റെ ശരീരം പാവപരിഹാരാർത്ഥം ബലിയർപ്പിക്കാനാണെന്ന് ഈശോ പ്രത്യേകം പറയുകയും ചെയ്തു. ലൂക്കാ 12:49-50 വാക്യങ്ങളിൽ. അതിപ്രകാരമാണ്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നതെന്ന് അത് ഇതിനകം കത്തി എരിഞ്ഞെങ്കിൽ എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇവിടെ എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട് എന്ന പ്രയോഗത്തിന് അർത്ഥം യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനവും മരണവുമാണെന്ന് മർക്കോസ് 10:38 സെബദീപുത്രന്മാരോടുള്ള ഈശോയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈശോ അവരോട് പറഞ്ഞു, ഇടതും വലതും ഇരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നവരോട് ഈശോ പറയുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പരമോന്നത പ്രകാശനമാണ് കുരിശ് മരണം മുൻനിർത്തിയുള്ള ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം. അതിനാലാണ് റോമാലേഖന 8:32 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഇവയെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ കൂടെ എങ്കിൽ ആരാണ് നമുക്കെതിരെ? സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനം നൽകാതിരിക്കുമോ? ഈ തിരുവചന ഭാഗത്ത് അപ്പോസ്തലൻ്റെ ചോദ്യം, ദൈവം നമ്മോടുകൂടെയെങ്കിൽ, അതാണ് മനുഷ്യാവതാരം. ദൈവം നമ്മോടുകൂടെയെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? പ്രിയരെ, പാപികളായ നമ്മോടുള്ള സ്നേഹ ആധിക്യത്താൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏക മകനെ നമ്മുടെ കരങ്ങളിലേക്ക് ദൈവപിതാവ് വച്ചു തരുന്ന അനുഭവമാകണം ക്രിസ്മസ് ആഘോഷം. ആ മഹാസ്നേഹത്തിൻ്റെ മുൻപിൽ വിസ്മയത്തോടെ നിന്നാൽ മാത്രം പോരാ, ഈ മഹാസ്നേഹം നമ്മുടെ ജീവിതം വ്യത്യസ്തമാക്കുക തന്നെ വേണം. മത്തായിയുടെ സുവിശേഷം 2-12 വാക്യം, ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച്
അവർ പൗരസ്ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഇത്തവണത്തെ ക്രിസ്മസിന് ശേഷമുള്ള നമ്മുടെ ജീവിതവും വേറിട്ട വഴിയേയുള്ള യാത്രയായിരിക്കണം.